നമസ്കാരം, ഞാൻ ഡോക്ടർ കിട്ടി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഗ്നൻസി പീരീഡിൽ പലരും അവരുടെ ഡയറ്റൊക്കെ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട്. കാരണം പ്രഗ്നൻസി ആണല്ലോ, അപ്പം കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഡെലിവറി കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ അതുപോലെ ഡയറ്റ് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഹാരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ ഒരു അമ്മയ്ക്ക് ഏറ്റവും അധികം ഡയറ്റിൽ നിന്ന് അത്യാവശ്യമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ പല രീതിയിലാവാം. വെജിറ്റേറിയൻ സോഴ്സസ് നിന്നാവാം. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേനും കടല, പയറ്, പരിപ്പ് അങ്ങനെയുള്ളത് കഴിക്കാം. പാലുൽപ്പന്നങ്ങൾ, പാല്, തൈര്, ആ രീതിയിൽ. അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയൻ സോഴ്സസ് ഉണ്ട്. നോൺ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേനും ഫിഷ്, ചിക്കൻ, ബാക്കിയുള്ള മീറ്റ്, ആ രീതിയിൽ. അപ്പൊ ഏത് രീതിയിലാണെങ്കിലും നിർബന്ധമായിട്ടും മുലയൂട്ടുന്ന അമ്മമാര് അവരുടെ ഡയറ്റില് ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക എന്നുള്ളത്. പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രയോജനങ്ങളാണ്. ഒന്ന്, അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഡെലിവറി ആണ് അല്ലെങ്കിൽ സിസേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ബ്ലഡ് ലോസ് ഒക്കെ തീർച്ചയായിട്ടും വരും. അപ്പൊ ആ ബ്ലഡ് ലോസ് ഒക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ബോഡി തിരിച്ച് ആർജിക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി ആയിക്കോട്ടെ, സിസേറിയൻ ആയിക്കോട്ടെ, എന്തായാലും ഒരു മുറിവ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ആ മുറിവ് ഫാസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യാനായിട്ട്, അതായത് പെട്ടെന്ന് മുറിവ് ഉണങ്ങാനായിട്ട് പ്രോട്ടീന്റെ റിക്വയർമെന്റ് മസ്റ്റ് ആയിട്ടും വേണം. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാലിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് വേണം ആ സമയത്ത് എടുക്കാനായിട്ട്. കാരണം അമ്മയിലൂടെ മാത്രമേ ഉള്ളൂ ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ന്യൂട്രീഷൻ ചെല്ലുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പാലും അത്ര ഹെൽത്തി ആയിരിക്കില്ല. അപ്പൊ ആ പാല് കുടിച്ചു വളരുന്ന കുഞ്ഞും ഹെൽത്തി ആയിരിക്കില്ല. കാരണം ഐഡിയലി 6 മാസം വരെ ഒന്നും കൊടുക്കാതെ അമ്മയുടെ പാല് മാത്രം കൊടുക്കുന്നതാണ് കുഞ്ഞിന്റെ ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കായിക്കോട്ടെ, അതുപോലെ ഇമ്മ്യൂണിറ്റിക്ക് ആയിക്കോട്ടെ, എല്ലാം നല്ലത്. അപ്പം അങ്ങനെ ഒരു കേസിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ വേണം കൂടുതലായിട്ട് അമ്മ കഴിക്കേണ്ട. അല്ല, നമുക്ക് സ്നാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ മെയിൻ മീലിലാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ആഹാരങ്ങൾ കഴിക്കാന്നുള്ളത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് വിശക്കാം. കാരണം ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൊതുവെ വിശപ്പൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സ്നാക്സ് ആയിട്ടും നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നട്ട്സ്, അതായത് കപ്പലണ്ടി ആയിക്കോട്ടെ, ബദാം, കാഷ്യൂനട്ട്, അപ്പൊ ആ രീതിയിലുള്ള നട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഹെൽത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെൽത്തിനും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പാല് ലഭിക്കുന്ന വഴി നല്ലതായിരിക്കും. അപ്പം അതാണ് ഏറ്റവും ആദ്യം ഓർക്കേണ്ട കാര്യം, പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫൈബർ റിച്ച് എന്തിനാണ് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ പ്രഗ്നൻസി സമയത്ത് ദഹനമൊക്കെ കുറച്ച് പുറകിലേക്കായിരിക്കും, മോഷൻ ടൈറ്റ് ആവുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. ഇത് ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു 6 മുതൽ 8 ആഴ്ച വരെയും ഇതിന്റെ ഒരു ഇഫക്റ്റ് കാണും. ആ സമയത്ത് നമ്മൾ ഫൈബർ ഒട്ടും ഇല്ലാത്ത, ഉദാഹരണം മൈദയിലുള്ള ആഹാരങ്ങൾ, ബ്രെഡ്, ബിസ്ക്കറ്റ്, ബന്ന്, പൊറോട്ട, കേക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഇഷ്യൂസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഡൈജഷൻ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ടും ഇലക്കറികള്, പച്ചക്കറികള്, ഫ്രൂട്ട്സ്, അതൊക്കെയാണ്. അപ്പൊ ഇവയിൽ തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യമുള്ള വൈറ്റമിൻസും ഉള്ളത്. അപ്പോ ശരിക്കും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന വഴി അമ്മയുടെ ഹെൽത്തിനും ബെറ്റർ ആണ്. ഈ പറഞ്ഞ പോലെ ഡൈജഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിക്കോട്ടെ, അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള വൈറ്റമിൻസ് അമ്മയുടെ പാല് വഴി കിട്ടാനായിക്കോട്ടെ, ഇതിനെല്ലാം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് വേണം ഒരമ്മ കഴിക്കേണ്ടത്, ഫീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും. പിന്നെ പൊതുവെ ഫീഡിങ്ങിൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ് കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പൊ കാൽഷ്യം നമുക്ക് അമ്മയുടെ ബോഡിയിൽ കുറഞ്ഞു പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ ഓൾറെഡി ഉള്ള കാൽഷ്യം, അതായത് എല്ലിലും പല്ലിലും ഒക്കെ ഉള്ള ഒരു കാൽഷ്യമാണ് പാല് വഴി കുഞ്ഞിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? അമ്മ
പ്രോപ്പർ ആയിട്ട് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എടുത്തിരിക്കണം. അപ്പൊ കാൽഷ്യം റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളതിനകത്ത് വരുന്നത് തന്നെയാണ്. അതായത് പാല്, മുട്ട, അങ്ങനെയുള്ള ആഹാരങ്ങൾ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രധാനമായിട്ടും ഡെയിലി ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ തൈര്, അതുപോലെ തന്നെ പ്ലസ് അതിന്റെ കൂടെ ഡെയിലി ഒരു മുട്ട കഴിക്കാനായിട്ട് പറയുന്നത്. ഇത് അമ്മയുടെ ആരോഗ്യത്തിനും അത്യാവശ്യമാണ്, അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമുള്ള കാൽഷ്യവും പ്രോട്ടീനും എല്ലാം കിട്ടാനും അത്യാവശ്യമാണ്. ഇനി തൈരിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ഇഫക്റ്റും കൂടിയുണ്ട്. തൈരെന്ന് പറയുമ്പോഴത്തേനും ഒരു പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹനത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഡെയിലി ഒരു കപ്പ് തൈര് കഴിച്ചാൽ ഡബിൾ ബെനിഫിറ്റ് ആണ്. ഈ പ്രോട്ടീന്റെ ബെനിഫിറ്റ് ഉണ്ട്, കാൽഷ്യത്തിന്റെ ബെനിഫിറ്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡൈജഷന്റെ ബെനിഫിറ്റും കൂടി കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പ്ലസ് 2 ലിറ്റർ വെള്ളം മസ്റ്റായിട്ടും ഫീഡ് ചെയ്യുന്നവരെ കുടിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് വെള്ളമാണ്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പാല് കുറഞ്ഞിട്ട് വരുന്ന അമ്മമാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഡീഹൈഡ്രേറ്റഡ് ആണ്, അതായത് ശരീരത്തിലെ വെള്ളത്തിന്റെ അളവ് കുറവാണ്. അപ്പൊ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും പല ആൾക്കാരും പല സൈഡിൽ നിന്ന് പറയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും, അതുകൊണ്ട് വെള്ളം കുറച്ചേ കുടിക്കാവുള്ളൂ, ഫുഡിന്റെ കൂടെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം വീതേ കുടിക്കാവുള്ളൂ. അങ്ങനെ ഒത്തിരി മിഥ്യാധാരണകളുണ്ട്. പക്ഷെ വെള്ളം പ്രോപ്പർ ആയിട്ട് കുടിച്ചില്ലെങ്കിൽ ഒത്തിരി അധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ പാല് തീർച്ചയായിട്ടും കുറയും. കാരണം അമ്മയുടെ ശരീരത്തിൽ വെള്ളം കുറവാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് പാലിന് ആവശ്യമായിട്ടുള്ള വെള്ളം വരുന്നത്? അപ്പൊ അതൊരു കാര്യം. രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ, ദഹന പ്രക്രിയ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിന്റെ അളവ് നോർമൽ ആയിരിക്കണം നമ്മുടെ ഡയറ്റിൽ. അപ്പൊ അതില് വെള്ളത്തിന്റെ അളവ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദഹനം അഫക്റ്റഡ് ആവും. ഒത്തിരി പേര് പ്രസവം കഴിഞ്ഞ് പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കാതെ മോഷൻ ടൈറ്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഞാൻ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ വഴി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ പ്രത്യേകിച്ചും സിസേറിയൻ കഴിഞ്ഞവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലില് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത, അതിന് നമ്മൾ ഡീപ് വെയിൻ ത്രോംബോസിസ്, DVT എന്നൊക്കെ പറയും. അങ്ങനത്തെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിനെ വരെ ബാധിക്കുന്ന കാര്യമാണ്, ഹൃദയാരോഗ്യത്തിനെ വരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒത്തിരി അധികം കോംപ്ലിക്കേഷനിലേക്ക് പോകും. അല്ലാതെ വയറ് ചാടു എന്നൊരു ഇഷ്യൂ വിചാരിച്ച് ആരും വെള്ളം കുടിക്കാതിരിക്കരുത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് വിശപ്പിനെയൊക്കെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാനും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എക്സസ് വെയിറ്റ് കുറയ്ക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറച്ചാൽ വളരെ അധികം ദോഷമായിരിക്കും മുലയൂട്ടുന്ന അമ്മമാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഒരിക്കലും 2 ലിറ്ററിൽ കുറച്ച് വെള്ളം ഡെയിലി കുടിക്കാതിരിക്കുക. അത് നിർബന്ധമായിട്ടും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആഹാരത്തിന്റെ കാര്യവും വെള്ളത്തിന്റെ കാര്യവും പറഞ്ഞു. ഇത് മാത്രം മതിയോ? തീർച്ചയായിട്ടും പോരാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യത്തിന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലാണ്. അത് നമ്മൾ ആഹാരത്തിൽ ഈ പറയുന്ന പോലെ പാല്, തൈര്, മുട്ടയൊക്കെ കഴിച്ചാലും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്, അതായത് പ്രഗ്നൻസി പീരീഡിനെക്കാട്ടിലും കൂടുതൽ വേണ്ടത് ഞാനിപ്പോ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കണം. അപ്പൊ പലർക്കും നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കാൽഷ്യം ടാബ്ലറ്റ് എഴുതുമ്പോൾ ഉള്ള ഡൗട്ടാണ് എത്ര നാള് കാൽഷ്യം കഴിക്കണം എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയലി 2 വയസ്സ് വരെ ആണ് നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഈ 2 വർഷവും നിർബന്ധമായിട്ടും കാൽഷ്യം കഴിച്ചിരിക്കണം, അത് മസ്റ്റാണ്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് അയൺ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പലർക്കും സംശയമാണ് അതും എത്ര നാൾ കഴിക്കണം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രസവ സമയത്ത് ഇപ്പം നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തായാലും ഒരു മിനിമം എമൗണ്ട് ബ്ലഡ് നഷ്ടപ്പെടും, എത്ര നോർമൽ ഡെലിവറി ആണെങ്കിലും. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് തിരിച്ച് റിക്കവർ ചെയ്ത് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇലക്കറികൾ, പച്ചക്കറികൾ അതൊക്കെ കഴിക്കണം. അത് അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡിന്റെ ഭാഗമായിട്ട് വരും. പ്ലസ് നമ്മൾ അയൺ ടാബ്ലറ്റ്സും എടുത്തിരിക്കണം, അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 3 മാസക്കാലം വരെയെങ്കിലും. അത് ഹീമോഗ്ലോബിൻ ലെവലൊക്കെ പ്രഗ്നൻസി സമയത്ത് നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചാണ്. അതായത് ഹീമോഗ്ലോബിൻ ലെവല് 12 അതിന് മേളിലോ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 3 മാസം കൊണ്ട് അയൺ ടാബ്ലറ്റ് എടുത്തിട്ട് നിർത്താം. പക്ഷെ രക്തം കുറവുള്ള ആൾക്കാരായിരുന്നു, പ്രഗ്നൻസി സമയത്ത് തന്നെ 10 ഉള്ളൂ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു 3 മാസം ചിലപ്പോൾ മതിയാവില്ല. അപ്പൊ 3 മാസമൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ ഹീമോഗ്ലോബിൻ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോഴും സ്റ്റിൽ കുറവാണ്, 12 താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം രക്തത്തിന്റെ അളവ് നേരത്തെ പറഞ്ഞ പോലെ അമ്മയുടെ ഇമ്മ്യൂണിറ്റിക്ക് വളരെ അധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മുറിവുകളൊക്കെ
പെട്ടെന്ന് ഉണങ്ങാനും വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് രക്തത്തിന്റെ അളവ് നോർമൽ ആയിരിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്ക് രക്തക്കുറവുള്ള അമ്മമാർക്കൊക്കെ ഇപ്പം സിസറിന് മുറിവായിക്കോട്ടെ അല്ലെങ്കിൽ പ്രസവത്തിന് നമ്മൾ താഴെയുള്ള മുറിവ് എപ്പിസിയോട്ടമി എന്ന് പറയും. അപ്പൊ അതൊക്കെ കരിഞ്ഞു വരുന്നത്, മുറിവ് ഹീൽ ചെയ്യുന്നത് വളരെ ഡിലേഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവരുടെ അനീമിയ ഒന്ന് കറക്റ്റഡ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അയൺ ടാബ്ലറ്റ്സും കാൽഷ്യം ടാബ്ലറ്റ്സും ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. പിന്നെ നമ്മൾ പൊതുവെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഒരു മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൾട്ടി വൈറ്റമിൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് ആ മുറിവ് കരിയുന്ന അത്രയും നാള് എടുക്കുന്നതാണ് ഒരു സപ്ലിമെന്റ്സ് എന്നുള്ള രീതിയിൽ നല്ലത്. ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാര് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ടത്? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ന്യൂട്രീഷ്യസ് ഫുഡിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും പുറത്തുനിന്ന് മേടിക്കുന്ന ആഹാരങ്ങൾ, അതായത് ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് അങ്ങനെയുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ഒത്തിരി പ്രോസസ് ചെയ്ത് കിട്ടുന്ന ആഹാരങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ക്യാനിൽ വരുന്ന ആഹാരങ്ങളായിക്കോട്ടെ, അതൊക്കെ മാക്സിമം കുറച്ചിരിക്കുന്നതാണ് അമ്മയുടെ ഹെൽത്തിനും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഹെൽത്തിനും നല്ലത്. കാരണം ആദ്യത്തെ 6 മാസം എന്ന് പറയുന്നത് അമ്മയുടെ മുലപ്പാലിൽ മാത്രമാണ് കുഞ്ഞ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഫുഡ് കഴിച്ച് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കുഞ്ഞിനെയും ബാധിക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ പലർക്കും ഉള്ള സംശയമാണ് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, ഇലകളൊക്കെ കുറുക്കിയത് അങ്ങനത്തെയൊക്കെ ഉള്ളത് കഴിക്കാവോ എന്നുള്ളത്. അതൊക്കെ തീർച്ചും ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്, വേണ്ട എന്ന് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ യൂഷ്വലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കഴിക്കുന്നോണ്ട് വലിയൊരു പ്രശ്നം വരാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ചിലർക്ക് ഇതുപോലെ ആയുർവേദ മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേനും ഡൈജഷന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. എല്ലാവർക്കും വരുന്നില്ല, അങ്ങനെയുള്ളത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നെയ്യിലൊക്കെ ഒത്തിരി പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്ന ഫുഡ് അത് ഒത്തിരി ഈ സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ തന്നെ നമുക്ക് കുറച്ചൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പം നോർമലിൽ കൂടുതൽ വെയിറ്റ് ആദ്യമേ ഉള്ള ഒരു ആളാന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെലിവറി കഴിയും എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്നതായിരിക്കും അവരുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് നല്ലത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒത്തിരി ഈ നെയ്യില് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഫുഡ് ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെയിറ്റ് ലോസിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ ഓൾറെഡി വെയിറ്റ് ഒക്കെ കൂടുതലുള്ളവർക്ക് കഴിയുന്നതും അങ്ങനെ നെയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് തന്നെ പല മരുന്നുകൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. കാരണം ഒരെണ്ണം കഴിച്ചു നോക്കുക, നമ്മുടെ വയറിന് ശരിയാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അടുത്തയിലോട്ട് പോവാം. കാരണം എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു പുതിയ സംഗതിയാ പോകുന്നത്. ഇതുവരെയും നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ദഹനത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പൊതുവെ ഉള്ളൊരു മിഥ്യാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചോറ് കൊടുക്കണം പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക്, എന്നാലേ ഒത്തിരി പാല് വരുള്ളൂ. അങ്ങനെ ഒരു മിഥ്യാധാരണയുണ്ട്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചോറാണെങ്കിലും കപ്പയാണെങ്കിലും ഒക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അത് അമ്മ കഴിച്ചു എന്ന് വെച്ച് ഭയങ്കര ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പാല് വരാനോ അതുവഴി കുഞ്ഞിന് വെയിറ്റ് വെക്കാനോ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് ആകെയുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ചുകൂടെ വെയിറ്റ് കൂടും, അനാവശ്യമായിട്ടുള്ള വെയിറ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് കൂടും എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ഭാവിയിൽ ഈ പറയുന്ന പോലെ പ്രമേഹം ആയിക്കോട്ടെ അല്ലെങ്കിൽ BP ആയിക്കോട്ടെ എല്ലാം വരാൻ ചാൻസ് കൂടുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം പലരും വന്ന് ഇതുപോലെ ചോദിക്കാറുണ്ട്, എനിക്ക് രാവിലെ മുതലേ ഇതുപോലെ ഹെവി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് രാവിലെ മുതലേ ചോറാണ് തരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ല. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചിട്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. പിന്നെ ചിലർക്ക് ഈ പറയുന്ന പോലെ പ്രഗ്നൻസിയിലും ഒത്തിരി ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളവർക്ക് ഈ പറയുന്ന പോലെ ഒത്തിരി ഹെവി ഫുഡ് ഒരുമിച്ച് ചിലപ്പം കഴിക്കാൻ പറ്റണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ളവര് എന്തായാലും ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് വിശപ്പ് കൂടുതലായിരിക്കും. അപ്പം ഇടവിട്ട് കുറേശ്ശെ ആയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അന്നാവുമ്പോഴത്തേക്കും ദഹനത്തിനും കുറച്ചുകൂടെ ഈസിയാണ്, എന്നാൽ ആവശ്യമുള്ള പോഷകങ്ങൾ ശരീരത്തിന് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട്
ആഹാരത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ ഈ രീതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ട് നമ്മൾ ആ ഒരു ഡെലിവറി പ്രോസസ്സിൽ നിന്ന് റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിമിലർ സിറ്റുവേഷൻസിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യാം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.